കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയ തീരുമാനമാണ്. നമുക്കിനി കിട്ടാൻ പോകുന്നത് ശുദ്ധമായിട്ടുള്ള പെട്രോൾ അല്ല, 20% എത്തനോൾ മിക്സ് ചെയ്ത പെട്രോളാണ്. എന്നാൽ എന്തിനാണ് ഗവൺമെന്റ് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത്? അതിലൂടെ അവർക്ക് എന്താണ് നേട്ടം? ഇങ്ങനെയുള്ള പെട്രോൾ എല്ലാം ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും കുഴപ്പം വരുമോ, അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയിൽ ഇത് ഉപയോഗിക്കാൻ പറ്റുമോ? മൈലേജിന്റെ കാര്യം എങ്ങനെയാണ്? കൂടുമോ അല്ലെങ്കിൽ കുറയോ? നമസ്കാരം, എൻ്റെ പേര് അനുരാഗ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് E20 പെട്രോളിനെ കുറിച്ച് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട മേൽപ്പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എത്തനോൾ പെട്രോളിൽ മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന സാധനമാണ് എത്തനോൾ ബ്ലെൻഡ് പെട്രോൾ. എന്നാൽ എന്താണ് ഈ എത്തനോൾ? എത്തനോൾ എന്നത് ഈഥൈൽ ആൽക്കഹോൾ തന്നെയാണ്. അതായത് കുടിക്കുന്ന മദ്യത്തിലൊക്കെ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോൾ ഇതേ എത്തനോളാണ്. നിറമില്ലാത്ത കത്തുന്ന ഒരു ദ്രാവകമാണ് ഇത്. ഫോസിൽ ഫ്യൂവൽ അല്ല, ഒരു ബയോ ഫ്യൂവലാണ്. കാലങ്ങൾ കൊണ്ട് ഭൂമിക്കടിയിൽ ഉണ്ടായി വരുന്നതാണ് ഫോസിൽ ഫ്യൂവലുകൾ. എടുക്കുംതോറും തീർന്നുകൊണ്ടിരിക്കും. പിന്നീട് നിരവധി വർഷങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ, നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഫോസിൽ ഫ്യൂവൽ വീണ്ടും ഉണ്ടായി വരാനുള്ള സാധ്യതയുള്ളൂ. എന്നാൽ ബയോ ഫ്യൂവൽ അങ്ങനെയല്ല, റിന്യൂവബിൾ ആണ്. നമുക്ക് വേണ്ട സമയത്ത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. നമ്മുടെ കരിമ്പിനെയും ചോളത്തിനെയും ഗോതമ്പിനെയും ഒക്കെ ഫെർമെന്റേഷൻ എന്ന പ്രക്രിയയിലൂടെ കടത്തിവിട്ടാൽ ഇത്തരത്തിൽ എത്തനോൾ ഉണ്ടായി വരും. നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ വാറ്റിക്കഴിഞ്ഞാൽ എത്തനോൾ ഉണ്ടാവും. എന്നാൽ ശ്രദ്ധിക്കണം, എത്തനോൾ അല്ല മെത്തനോളാണ് ഉണ്ടാകുന്നതെങ്കിൽ കുടിച്ചു കഴിഞ്ഞാൽ കണ്ണടിച്ചു പോവും, അല്ലെങ്കിൽ ആള് മരിച്ചു പോവും. നമ്മുടെ വിഷയം അതല്ല. 2070 നെറ്റ് കാർബൺ എമിഷൻ 0 എന്ന ലക്ഷ്യത്തോടെ ഗവൺമെന്റ് ഒരു പദ്ധതി നടപ്പിലാക്കിയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് കുറച്ച് കാലമായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് E10 പെട്രോളാണ്. അതായത് ശുദ്ധമായിട്ടുള്ള പെട്രോൾ അല്ല, 10% എത്തനോൾ അടങ്ങിയ പെട്രോളാണ് നമ്മളെല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. 2008 മുതൽ E10 പെട്രോൾ ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള വാഹനങ്ങളാണ് ഇന്ത്യൻ വിപണിയിൽ ഇറങ്ങുന്നത്. 2022 സപ്ലൈ ഇയറിൽ മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ 440 കോടി ലിറ്റർ എത്തനോളാണ് E10 പെട്രോൾ ഉണ്ടാക്കാൻ ഇന്ത്യ ഉപയോഗിച്ചത്. E10 പെട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10% എത്തനോളും 90% പെട്രോളുമാണ്. 2023 ആയപ്പോൾ ഈ കണക്ക് പിന്നെയും മുകളിലേക്ക് പോവുകയാണ്. 2023 സപ്ലൈ ഇയർ കഴിയുന്നതോടെ ഇത് 540 കോടി ലിറ്റർ ആക്കണം എന്നതാണ് ഗവൺമെന്റിന്റെ പദ്ധതി. അതായത് ഇത്രയും കോടി ലിറ്റർ എത്തനോൾ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ പെട്രോളിനെ മാറ്റി അവിടെ എത്തനോൾ ഉപയോഗിക്കുകയാണ്. 10% എത്തനോൾ ഉപയോഗിക്കുന്നു, ബാക്കി 90% പെട്രോൾ ഉപയോഗിക്കുന്നത്. എന്നാൽ പോലും ഇത്രയും കോടി ലിറ്റർ പെട്രോൾ നമുക്ക് പുറത്തു നിന്ന് ഇറക്കുമതി ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കുന്ന എത്തനോളാണ് പെട്രോളിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നത്. 10% എത്തനോൾ അടങ്ങിയ ഇതേ E10 പെട്രോൾ ഒരു വിജയമായി തീർന്നാൽ 2030 ആകുമ്പോഴേക്കും E20 പെട്രോൾ ഇന്ത്യൻ വിപണിയിലേക്ക് ഇറക്കാമെന്നതായിരുന്നു കേന്ദ്രത്തിൻ്റെ പദ്ധതി. കേന്ദ്ര ഓയിൽ മിനിസ്റ്റർ ഹർദീപ് സിംഗ് പുരിയൊക്കെ ഇത് പലതവണ പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ ഗവൺമെന്റ് വിചാരിച്ചതിലും അധികം ലാഭമാണ് E10 പെട്രോൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ E20 പെട്രോൾ വളരെ പെട്ടെന്ന് വിപണിയിലേക്ക് ഇറക്കാമെന്ന തീരുമാനത്തിൽ ഗവൺമെന്റ് എത്തിച്ചേരുകയാണ്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന കുറച്ച് വാർത്തകൾ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അടുത്ത മാസം, അതായത് 2023 ഏപ്രിൽ മാസം 1 മുതൽ E20 പെട്രോൾ ഇന്ത്യൻ വിപണിയിലേക്ക് എത്തുമെന്നാണ് കണക്കാക്കുന്നത്. എന്നാൽ എന്താണ് E20 പെട്രോൾ വിപണിയിലേക്ക് എത്തിക്കുന്നതിലൂടെ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്? മുൻപ് ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ 2070 ആകുമ്പോഴേക്കും നെറ്റ് കാർബൺ എമിഷൻ 0 ആക്കുക എന്നുള്ളൊരു പദ്ധതി, ഒരു ഹരിത പദ്ധതി തന്നെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ മുന്നിലുണ്ട്. അതിലേക്ക് വളരെ പെട്ടെന്ന് നടന്നെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. എത്തനോൾ മിക്സ് ചെയ്ത പെട്രോൾ ഉണ്ടാക്കുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസും പ്രത്യേകിച്ച് കാർബണും എല്ലാം വളരെ കുറവാണ് പ്യുവർ പെട്രോളിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത്. അങ്ങനെയാവുമ്പോൾ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്താൻ ഇന്ത്യക്ക് സാധിക്കുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സാമ്പത്തികം. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ലോകത്തിലെ തന്നെ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ 3-ാം സ്ഥാനത്താണ്. അത്രയും വലിയ തുകയ്ക്കാണ് ഇന്ത്യ ഓരോ വർഷവും എണ്ണ ഇറക്കുമതി ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഇന്ത്യയുടെ 2021-22 സാമ്പത്തിക വർഷത്തിലെ പെട്രോളിയം ഇറക്കുമതി $119.2 ബില്യൺ ആണ്. തൊട്ടു മുന്നത്തെ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് ഏതാണ്ട് 100% വർധനമാണ് ഉണ്ടാവുന്നത്. വർഷാവർഷം നോക്കിയാൽ ഇത് വലിയ രീതിയിൽ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ നിന്നും വില കൊടുത്ത് എണ്ണ ഇറക്കുമതി നടത്തുകയാണ്. അങ്ങനെ എണ്ണ ഇറക്കുമതി നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ സമ്പന്നരാവും, നമ്മൾ അവർക്ക് പണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്നുള്ള കാർബൺ എമിഷന്റെ അളവും വലിയ രീതിയിൽ കൂടുന്നതാണ്. എന്നാൽ 20% എത്തനോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇറക്കുമതി ചെയ്യുന്ന എണ്ണയുടെ അളവിൽ 20% കുറവ് വരുത്താൻ ഇന്ത്യക്ക് സാധിക്കുന്നതാണ്. ഇതേ പദ്ധതിയിലൂടെ 50,000 കോടി ഇന്ത്യൻ രൂപയോളം ഓരോ വർഷത്തിലും ഫോറിൻ എക്സ്ചേഞ്ചിൽ സേവ് ചെയ്യാമെന്നാണ് ഗവൺമെന്റ് കണക്കാക്കുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യ ഇപ്പോൾ തന്നെ ലോകത്തിലെ 5ാമത്തെ എത്തനോൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ്. അത്രത്തോളം എത്തനോൾ വർഷാവർഷവും നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്.
അത് കൂടാതെ ഈ എത്തനോൾ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ആ വാറ്റ് തന്നെ. പക്ഷെ അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് ഗോതമ്പ്, ചോളം, കരിമ്പ് തുടങ്ങിയ സാധനങ്ങളാണ്. ഈ സാധനങ്ങൾ കൃഷി ചെയ്താൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ ലാഭം ലഭിക്കാൻ പോകുന്നത് കർഷകർക്കാണെന്നും വലിയ അളവിൽ എത്തനോൾ ഉണ്ടാക്കുന്നതിലൂടെ ഇന്ത്യയിൽ നിരവധി പേർക്ക് ജോലി കിട്ടുമെന്നും ഗവൺമെൻറ് കണക്കാക്കുന്നുണ്ട്. നമ്മളൊരു കാര്യം ഉറപ്പിക്കാം, 20% പെട്രോളിയത്തിൻ്റെ ഇറക്കുമതി കുറച്ചു കഴിഞ്ഞാൽ ആ 20% ഇന്ത്യയിൽ നിന്ന് എത്തനോളായിട്ട് ഉണ്ടാക്കേണ്ടതാണ്. അത്തരത്തിൽ എത്തനോൾ ഉണ്ടാക്കുന്ന സമയത്ത് സാധാരണക്കാരായ ഇന്ത്യക്കാർക്കും കർഷകർക്കും അത് ലാഭമായിട്ട് മാറുന്നതാണ്. ഇത്രയും നേരം പറഞ്ഞത് ഗവൺമെൻറ് പറയുന്ന ശുഭപ്രതീക്ഷകളെക്കുറിച്ചും നല്ല കാര്യങ്ങളെക്കുറിച്ചുമാണ്. എന്നാൽ എല്ലാ പദ്ധതി വരുമ്പോഴും ഇത്തരം നല്ല കാര്യങ്ങൾ എല്ലാ ഗവൺമെൻറ്റുകളും പറയുന്നത് തന്നെയാണ്. പക്ഷേ എനിക്കും നിങ്ങൾക്കും അറിയേണ്ടത് നമ്മുടെ വാഹനത്തെ ഇതെങ്ങനെ ബാധിക്കും എന്നതാണ്. അല്ലെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം അത് തന്നെയാണ്. E20 പെട്രോൾ ഇന്ത്യൻ വാഹനങ്ങളിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയാൻ കേന്ദ്ര ഗവൺമെൻറ് ഒരു വിദഗ്ധ സമിതിയെ നിയമിച്ചിരുന്നു. ആ സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്: E20 പെട്രോൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ഈ കാർബണിൻ്റെ എമിഷൻ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ എമിഷൻ കുറയുന്നതാണ്. എന്നാൽ മറ്റ് പെട്രോൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെയാണ് ഇതിൻ്റെ മൈലേജ് ഉണ്ടാവുക. വാഹനങ്ങൾക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. എഞ്ചിനോ മറ്റ് ഭാഗങ്ങൾക്കോ ഒന്നും തന്നെ യാതൊരു വിധത്തിലുള്ള കുഴപ്പങ്ങളും ഉണ്ടാവില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല എല്ലാ റിപ്പോർട്ടുകളിലും അവകാശപ്പെടുന്നത്. പക്ഷേ 2014-15 വർഷത്തിലെ ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെയും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെയും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയത്തിൻ്റെയും റിസർച്ച് റിപ്പോർട്ടുകളിൽ പറയുന്നത് മറ്റൊരു കാര്യമാണ്. മൈലേജിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 6% വരെ കുറയാമെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. 2014-15 ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത്. മൈലേജിൻ്റെ കാര്യങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ മറ്റൊരു നല്ല കാര്യവും പറയുന്നുണ്ട്. അതായത് E20 പെട്രോൾ ഉപയോഗിക്കുന്നതുകൊണ്ട് മറ്റ് പെട്രോളിൽ നിന്ന് യാത്രാ സുഖത്തിലോ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴോ ഓടുമ്പോഴോ ഒന്നും ഒരു വ്യത്യാസവും ഉണ്ടാവില്ല എന്നാണ് അവർ പറയുന്നത്. ഇത്തരം റിപ്പോർട്ടുകളെയൊക്കെ മാറ്റിവെച്ചാൽ ശാസ്ത്രീയപരമായിട്ട് നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. എത്തനോളിന് വെള്ളത്തിന് വലിയ ഇഷ്ടമാണ്. വെള്ളം വലിച്ചെടുക്കാനുള്ള കഴിവ് കുറച്ച് കൂടുതലാണ്. E10 പെട്രോളിൽ, നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പെട്രോളിൽ ഒരു തുള്ളി വെള്ളം വീണാൽ എന്തായിരിക്കും അവസ്ഥ? ആ പെട്രോൾ ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. പാടവെള്ളം മുകളിൽ നിന്നിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അവസ്ഥയൊന്നുമില്ല. പെട്ടെന്ന് തന്നെ പൂർണ്ണമായിട്ട് മിക്സായി പോകുന്നൊരവസ്ഥയാണ്. E20 പെട്രോളിൽ ഇതിലും അധികമായിരിക്കും നമുക്കറിയാം. കാരണം 20% എത്തനോളും 80% ഗ്യാസോലിനുമാണുള്ളത്. 10% നിന്നും നേരെ ഇരട്ടിയായി 20% മാറ്റാനാണ് ഗവൺമെൻറ്റിൻ്റെ പദ്ധതി. ഇത്തരത്തിലൊരു പോരായ്മ ഉള്ളത് കൊണ്ട് തന്നെ വാഹനത്തിൻ്റെ ടാങ്കിനും എഞ്ചിനും തുരുമ്പ് പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ ഇന്ത്യയിൽ ചില വാഹനങ്ങൾ E20 പെട്രോൾ ഉപയോഗിക്കാവുന്ന തരത്തിൽ നിർമ്മിച്ചിട്ടുണ്ട്. വിരലിൽ എണ്ണാവുന്ന വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ അതിന് ഒരു പ്രത്യേക മെറ്റാലിക് കോട്ടിംഗ് ഉണ്ടാവും. പ്രത്യേകിച്ച് ടാങ്കിനും എഞ്ചിൻ ഭാഗങ്ങൾക്കും ഒക്കെ പ്രത്യേക തരത്തിലുള്ള കോട്ടിംഗ് ഉണ്ടാവും. അത്തരം കോട്ടിങ്ങുകൾ ഉള്ളതുകൊണ്ട് തന്നെ E20 പെട്രോളിന് കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള രീതിയിലാണ് ആ വാഹനം പ്രവർത്തിക്കുക. പ്രത്യേകമായി എഞ്ചിൻ തകരാറുകളോ മറ്റൊരു പ്രശ്നങ്ങളോ അത്തരം വാഹനങ്ങളിൽ ഉണ്ടാവുന്നതല്ല. എന്നാൽ വിപണിയിലുള്ള ബഹുഭൂരിപക്ഷം വാഹനങ്ങളും E20 പെട്രോളിന് കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള രീതിയിലല്ല നിർമ്മിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ E20 കോമ്പാക്റ്റബിൾ ആക്കണമെങ്കിൽ എഞ്ചിൻ ഭാഗങ്ങളായ പിസ്റ്റൺ, സിലിണ്ടർ ഹെഡ്, ഇഞ്ചക്ടേഴ്സ് തുടങ്ങിയവയ്ക്കെല്ലാം എക്സ്ട്രാ മെറ്റാലിക് കോട്ടിംഗ് പോലുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. ഇങ്ങനെ മാറ്റങ്ങൾ വരുത്തി ഇറങ്ങുന്ന പുതിയ വാഹനങ്ങൾക്ക് താരതമ്യേന വില കൂടും എന്നാണ് കണക്കാക്കുന്നത്. പല കണക്കുകളുണ്ട്. ഇരുചക്ര വാഹനങ്ങളാണെങ്കിൽ 2000 മുതൽ 5000 രൂപ വരെ കൂടുമെന്നും കാറുകളൊക്കെ ആണെങ്കിൽ 15000 രൂപ വരെ അധികമായിട്ട് കൊടുക്കേണ്ടി വരും എന്നെല്ലാമാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത്രയും കേൾക്കുന്ന സമയത്ത് പല ആളുകൾക്കും വരാൻ സാധ്യതയുള്ള ഒരു സംശയം, എൻ്റെയും നിങ്ങളുടെയൊക്കെ വണ്ടിയിൽ E20 പെട്രോൾ അടിക്കുന്നത് കൊണ്ട് എഞ്ചിന് തകരാറ് വരുമോ അല്ലെങ്കിൽ തുരുമ്പിച്ച് പോകുമോ എന്നൊക്കെയാണ്. E10 പെട്രോൾ നിലവിൽ നമ്മൾ അടിക്കുന്നുണ്ട്. അപ്പോൾ അത്ര വലിയ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. E20 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇരട്ടി അളവിലാണ് എത്തനോൾ ഉള്ളത്. അപ്പോൾ എങ്ങനെ ബാധിക്കും എന്ന കാര്യം നമ്മൾ നോക്കേണ്ടത് തന്നെയാണ്. പക്ഷേ കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള വണ്ടികൾക്കായിരിക്കും കൂടുതൽ ഇത് നല്ലത്. പക്ഷേ അത്രത്തോളം അങ്ങ് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ബാംഗ്ലൂർ അടക്കമുള്ള 15 നഗരങ്ങളിൽ ആദ്യഘട്ടമായിട്ട് E20 പെട്രോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമെന്നാണ് പുതിയ വാർത്തകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്കിലും ഈ ഒരു അവസരത്തിൽ എനിക്ക് തോന്നുന്നത് ഇന്ത്യക്ക് ലാഭം ഉണ്ടാവുന്നുണ്ട്. അതുപോലെ നമ്മുടെ കാർബൺ എമിഷനൊക്കെ കുറയുന്നുണ്ട്. അത് പ്രകൃതിക്കും നല്ലത് തന്നെയാണ്. എങ്കിലും E20 കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള കുറച്ചുകൂടെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള വാഹനങ്ങൾ വിപണിയിൽ കൂടുതലായിട്ട് ഇറങ്ങുമ്പോൾ, ഗവൺമെൻറ് റൂളൊക്കെ ഇറക്കി അത്തരം വാഹനങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഇത്തരമൊരു ഇന്ധനം വിപണിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് എന്നാണ്. വീഡിയോ കാണുന്ന പല ആളുകൾക്കും പല പല അഭിപ്രായങ്ങളായിരിക്കും. ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ കമൻറ്റിൽ എഴുതുക. നമുക്ക് നോക്കാം ആർക്കൊക്കെ എന്തൊക്കെ അഭിപ്രായങ്ങളാണുള്ളത്. എന്താണെങ്കിലും ഈ ഒരു ഇന്ധനത്തെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുന്ന മുറയ്ക്ക് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ സംസാരിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കുറച്ച് അറിവുകൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അത്തരത്തിൽ പുതിയ അറിവുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് വേണ്ടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. വീഡിയോ എന്താണെങ്കിലും ലൈക്ക് ചെയ്യൂ. മറ്റൊരു നല്ല വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ്, സൈനിങ് ഓഫ്.